ഒരു വ്യക്തിയുടെ വേർപാടിൽ വന്ന് അനുശോചനം അറിയിക്കേണ്ട നിമിഷത്തിൽ ദുഃഖത്തിലാണ്ട കുടുംബത്തിന്റെ സ്വകാര്യതയെ പോലും കാറ്റി പറത്തി ക്യാമറ ഫോണുകളുമായി പാഞ്ഞെടുക്കുന്ന ജനക്കൂട്ടം. മൃതദേഹത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ഔചിത്യമില്ലാതെ പെരുമാറുന്ന മനുഷ്യർ. അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ കലാകാരന്മാരുടെ മരണവീടുകളിൽ കണ്ട അത്യന്തം അപലപനീയമായ സംഭവങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. തന്റേടിയായ നടിയെ എന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മഞ്ജു ഉന്നയിച്ച ആ ചോദ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ചയായി തന്നെ മാറുകയാണ്. അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ജനപ്രിയ നടൻ സലിം കുമാറിന്റെ വീട്ടിൽ നടന്ന അന്ത്യചടങ്ങുകൾക്കിടെ കുടുംബത്തിന്റെ സങ്കടത്തെ പോലും മാനിക്കാതെ മൊബൈലുമായി പാഞ്ഞെടുത്തവരോട് അദ്ദേഹത്തിന്റെ മകൻ ചന്തു പൊട്ടിത്തെറിച്ചത് നാം കണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ പങ്കെടുത്ത ആ ചടങ്ങിൽ മൊബൈൽ ഫോണുകൾ മുഖത്തേക്ക് നീട്ടിപ്പിടിച്ച ആളുകളോട് ചന്തുവിന് കയർക്കേണ്ടി വന്നത് അത്യന്തം വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഇതിന് പിന്നാലെ തമിഴിലെ പ്രശസ്ത നടൻ ഭാഗ്യരാജിന്റെ അന്ത്യയാത്രാ വേളയിൽ തിരക്ക് നിയന്ത്രിക്കാൻ പാടുപെടുന്നതിനിടെ തെന്നിന്ത്യൻ താരം രാധിക ശരത്കുമാർ തട്ടി താഴെ വീഴുകയും ആ വീഴ്ച പോലും ക്യാമറയിൽ പകർത്തി ആഘോഷമാക്കാൻ ആളുകൾ ശ്രമിക്കുകയും ചെയ്ത സംഭവം തന്നെ ഞെട്ടിച്ചു എന്ന് നമ്മുടെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യർ വ്യക്തമാകുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സിവിക് സെൻസ് അഥവാ പൗരബോധത്തെക്കുറിച്ചാണ് മഞ്ജു വാര്യർ സംസാരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആളുകൾ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് നേർക്ക് കാണിക്കുന്ന ബഹുമാനമാണ്. ഒരു കുട്ടിയുടെയോ വളർത്തുമൃഗങ്ങളുടെയോ ചിത്രം പോലും അനുവാദം ചോദിക്കാതെ അവർ എടുക്കില്ല. എന്നാൽ നമ്മൾ ഇവിടെ മരണ വീടുകളിൽ പോലും എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? മാറ്റപ്പെടേണ്ട ഒന്നല്ലേ ഈ അനൗചിത്യം എന്ന് മഞ്ജു ചോദിക്കുന്നു. താൻ കണ്ട വാർത്തയും ആരോ ഫോണിൽ പകർത്തിയതാണ് എന്ന് തിരിച്ചറിവോടെ തന്നെ പ്രബുദ്ധ മലയാളി സമൂഹം സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിതെന്ന് മഞ്ജു ഓർമ്മിപ്പിക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ അഭിനയ ലോകത്തേക്ക് കടന്നു വന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയുടെ അമരത്തെത്തിയ നടിയാണ് മഞ്ജു വാര്യർ. കരിയറിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ദിലീപുമായുള്ള വിവാഹവും തുടർന്ന് സിനിമാ ലോകത്തു നിന്നുള്ള 14 വർഷത്തെ പിൻവാങ്ങലും. വീട്ടിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ മഞ്ജു എന്നാൽ 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തിരികെ വന്നത് മലയാള സിനിമയിലെ അന്ന് വരെയുള്ള സങ്കല്പങ്ങളെയെല്ലാം തച്ചുടച്ചുകൊണ്ടാണ്. 17 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം 2015 ദിലീപുമായി വേർപിരിയുമ്പോൾ മകൾ മീനാക്ഷി അച്ഛനൊപ്പം പോകാൻ തീരുമാനിച്ചതിനെയും മഞ്ജു വാര്യർ മാനിക്കുകയായിരുന്നു. മീനുട്ടിക്ക് അച്ഛനോടുള്ള സ്നേഹം എനിക്കറിയാം. അവൾക്ക് ഈ അമ്മ എന്നും ഒരു വെളിപ്പാടകലെ ഉണ്ടാകും എന്ന മഞ്ജുവിന്റെ അന്നത്തെ പ്രസ്താവന ഏതൊരു അമ്മയുടെയും ഉള്ളുലയ്ക്കുന്നതായിരുന്നു. മഞ്ജു വാര്യരുടെ ഈ പ്രതികരണങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോഴും മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും കത്തി നിൽക്കുന്ന മറ്റൊരു വിഷയമാണ് താരസംഘടനയായ അമ്മയിൽ നടക്കുന്ന അഴിച്ചുപണികളും വിവാദങ്ങളും. ഇതിനിടയിലാണ് സിനിമാ നിർമ്മാതാവ് സജി നന്ദ്യാട്ട് നടത്തുന്ന ചില വിവാദ വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിമുക്തനായിട്ടും അദ്ദേഹത്തിനെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ വലിയ ഒരു ലോബി തന്നെ ഉണ്ടെന്ന് സജി ആരോപിക്കുന്നു. അതിനോടൊപ്പം തന്നെ അമ്മ സംഘടനയെക്കുറിച്ചും സജി ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അമ്മ സംഘടനയുടെ യഥാർത്ഥ രൂപം ഇന്ന് എല്ലാവരും കണ്ടുകഴിഞ്ഞു. ഫണ്ടുകളിൽ വലിയ തിരിമറികൾ തന്നെ നടന്നിട്ടുണ്ട്. പലരെയും തമ്മിൽ അടുപ്പിച്ച് അധികാരം നിലനിർത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. സംഘടനയിൽ ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമാണ് ആകെ. ഇനിയും പാച്ച് വർക്ക് നടത്തി മുന്നോട്ടു പോകാൻ കഴിയില്ല. അതിലും നല്ലത് ഈ സംഘടന പിരിച്ചുവിടുന്നതാണ് എന്ന് സജി നന്ദ്യാട്ട് തുറന്നടിക്കുന്നു. വ്യക്തിജീവിതത്തിലെ കൊടുങ്കാറ്റുകളിലും സംഘടനയുടെ രാഷ്ട്രീയങ്ങളിലും ഒന്നും വീണു പോകാതെ സ്വന്തം നിലപാടുകളിലും നിലനിൽപ്പിലും ലേഡി സൂപ്പർ സ്റ്റാറായി തലയുയർത്തി നിൽക്കുകയാണ് ഇതിനിടയിലെല്ലാം മഞ്ജു വാര്യർ. അടുത്തിടെ സല്ലാപം സിനിമയുടെ 30ാം വാർഷിക പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ഭൂതകാലത്തെ പക്വതയോടെ അഭിമുഖീകരിക്കാനും മഞ്ജു മടിച്ചില്ല.
മരണവീടുകളിൽ പൗരബോധം കാത്തുസൂക്ഷിക്കണമെന്ന മഞ്ജുവിന്റെ സന്ദേശം മലയാളികൾ ഏവരും നെഞ്ചിലേറ്റേണ്ട ഒന്നാണ്. അനാവശ്യമായ ക്യാമറ കണ്ണുകൾക്കപ്പുറം മനുഷ്യത്വത്തിനും സ്വകാര്യതയ്ക്കും മുൻഗണന നൽകുന്ന ഒരു നല്ല നാളേക്കായി നമുക്കും ചിന്തിക്കാം. മരണവീടുകളിലെ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെ മരണവീടുകളിലെ ആളുകളുടെ ഇത്തരം പെരുമാറ്റങ്ങളെക്കുറിച്ചും മഞ്ജു വാര്യരുടെ പ്രതികരണത്തെക്കുറിച്ചും നിലപാടിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ അഭിപ്രായങ്ങളായി രേഖപ്പെടുത്തണേ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.